സ്ട്രെസ് ഹെഡേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വളരെ കുറച്ച് നേരത്തേക്ക് നീണ്ടു നിൽക്കും. നമ്മൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധാരണ ലഘുര എന്തെങ്കിലും ഒരു പാരസ്റ്റമോൾ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മാറാം. പക്ഷെ മൈഗ്രെയിൻ അല്ലെങ്കിൽ ചെന്നിക്കുത്ത് സാധാരണ റെസ്റ്റ് എടുത്താലും മാറണമെന്നില്ല. അത് പാരസ്റ്റമോൾ കഴിച്ചാലും അത് മാറണമെന്നില്ല. അതിന് വേറെ പല പ്രത്യേകതരം മരുന്നുകളാണ് കഴിക്കേണ്ടത്. പിന്നെ ഓറ എന്നൊരു ഫിനോമിനുണ്ട്. അത് മൈഗ്രെയിനിലാണ് കാണുന്നത്. എന്താണ് ഈ ഓറ? അത് 30% മൈഗ്രെയിനിൽ ഒരു തലവേദന വരുന്നതിന് മുമ്പ് ഒരു ഫീലിംഗ് ആണ്, ഒരു പ്രതിഭാസമാണ് ഓറ. അതായത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഓവർ ആക്റ്റീവ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അതായത് നമുക്ക് കാഴ്ചയിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കുന്ന പോലെ തോന്നും, നമുക്ക് കണ്ണിൽ ഇങ്ങനെ എന്തൊക്കെയോ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ തോന്നും, കാഴ്ച മങ്ങൽ പോലെ ഫീൽ ചെയ്യാം, ചെവിയിൽ ഇങ്ങനെ മണി അടിക്കുന്ന പോലെ തോന്നാം, നമുക്ക് പ്രത്യേക തരം സ്മെല്ല് ഫീൽ ചെയ്യാം, നമുക്ക് ചില പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഫീൽ ചെയ്യാം. അങ്ങനെ ഒരു ഓറ, അതൊരു തലവേദനയ്ക്ക് മുമ്പുള്ള ഒരു ഫിനോമിനാണ്. അത് മൈഗ്രെയിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. എല്ലാ മൈഗ്രെയിനിലും കാണത്തില്ല, പക്ഷെ ഉണ്ടെങ്കിൽ അത് മൈഗ്രെയിൻ സ്പെസിഫിക് ആണ്. അത് മൈഗ്രെയിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ്. ഇത് സ്ട്രെസ് ഹെഡേക്കിൽ ഇല്ല. പിന്നെ ഇതിൽ ചികിത്സ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഹെഡേക്കിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും വേണ്ട. നമ്മളൊന്ന് സമ്മർദ്ദം കുറച്ചൊന്ന് റെസ്റ്റ് എടുത്താൽ അതങ്ങ് താരണം മാറും. പക്ഷെ മൈഗ്രെയിന് പലതരത്തിൽ നമുക്ക് പ്രത്യേക രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. വല്ലപ്പോഴും മാസത്തിൽ 1-2 തവണയൊക്കെ വരുന്ന മൈഗ്രെയിനിലൊക്കെ ആണെങ്കിൽ അതിന് നമുക്ക് ആ സമയത്ത് അതിന് പ്രത്യേക മരുന്നുകൾ കൊടുത്താൽ മതി. സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ അവരുടെ മെൻസസ് സമയത്തിന് തൊട്ട് മുമ്പും അല്ലെങ്കിൽ ആ മെൻസസ് സമയത്തൊക്കെ ആയിരിക്കും കൂടുതലും മൈഗ്രെയിൻ വരുന്നത്. ആ സമയത്ത് മാത്രം മരുന്ന് കഴിക്കുക. ആഴ്ചയിൽ 3-4 തവണ വരുന്ന ആൾക്കാർക്ക് അക്യൂട്ട് സിംറ്റമാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് പ്രൊഫിലാക്റ്റിക് മെഡിക്കേഷൻസ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയുള്ള മെഡിസിൻസ് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം. അത് ഓരോ പേഷ്യൻസിനും ഓരോ രീതിയാണ്. പല മരുന്നുകളുണ്ട്. അത് ഓരോരുത്തരും നോക്കി അവർക്ക് ആവശ്യമനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുക.